കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. മൃദുഭാവിയെ ദൃഢകൃതേ എന്ന പോലീസിന്റെ ആപ്തവാക്യം എപ്പോഴും ഓർമ്മിക്കണം. ജനങ്ങളാണ് യജമാനന്മാർ. ആ മനോഭാവത്തോടെ ജനങ്ങളെ സേവിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, IPG ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി A. അക്ബർ എന്നിവരും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി. പരിശീലനത്തിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. 2023 നവംബർ 14-നാണ് 31 A ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. ഒരു വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമത പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലാത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വാഡ് ഡ്രിൽ, കെയിൽ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകി. കൂടാതെ SOGയുടെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും അത്യാധുനിക ആയുധങ്ങളായ AK-47, താർ, ഇൻസാസ്, SLR, LMG ഗ്ലോക്ക് പിസ്റ്റൾ, 9mm പിസ്റ്റൾ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകി. ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം, മറ്റ് നിയമങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ്, ട്രാഫിക് മാനേജ്മെന്റ്, കേസ് അന്വേഷണം, VIP ബന്ദോബസ്ത്, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, കമ്പ്യൂട്ടർ, സൈബർ കുറ്റകൃത്യങ്ങൾ, ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ജെൻഡർ ന്യൂട്രൽസ് തുടങ്ങിയവരോടുള്ള പെരുമാറ്റം, പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് റൂം പരിശീലനവും നൽകിയിട്ടുണ്ട്. കേരളം സമീപകാലത്ത് നേരിട്ട പ്രളയക്കെടുതികൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ വിദഗ്ധർ പരിശീലനം നൽകി. സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നവകേരള സൃഷ്ടിക്കായി പോലീസിന്റെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ അന്വർത്ഥമാക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് പരിശീലന കാലയളവിൽ നൽകിയത്. കോസ്റ്റൽ സെക്യൂരിറ്റി പ്രായോഗിക പരിശീലനം കൊച്ചി നേവൽ ബേസിലും ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷനിലും, ഫോറൻസിക് മെഡിസിൻ പ്രായോഗിക പരിശീലനം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലഭ്യമാക്കിയിട്ടുണ്ട്. പരിശീലന കാലയളവിൽ തന്നെ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തൃശൂർ ജില്ലയിലും തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലന ഡ്യൂട്ടിക്കും ഇവരെ നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ VVIP ഡ്യൂട്ടിക്കും നിയോഗിച്ചിരുന്നു. തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രായോഗിക പരിശീലനവും നൽകിയിട്ടുണ്ട്. 141 പരിശീലനാർത്ഥികളിൽ 56 പേർ വിവാഹിതരാണ്. തിരുവനന്തപുരം 27, കൊല്ലം 20, പത്തനംതിട്ട 5, ആലപ്പുഴ 8, കോട്ടയം 8, ഇടുക്കി 2, എറണാകുളം 14, തൃശൂർ 10, പാലക്കാട് 12, മലപ്പുറം 6, കോഴിക്കോട് 8, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് പരിശീലനാർത്ഥികളുടെ ജില്ലാ തിരിച്ചുള്ള കണക്ക്. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് PhD 1, BTech 41, MTech 6, MBA 8, ബിരുദാനന്തര ബിരുദം 24, ബിരുദം 60 എന്നിങ്ങനെയാണ്. മീഡിയ ടൈം, തൃശൂർ.